ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം. പർപ്പിളിൽ നിന്ന് വാങ്ങിയ ഒരു ഫേസ് മാസ്കാണിത്. ഗുഡ് വൈബ്സിൻ്റെ ഈവൻ സ്കിൻ ടോൺ ഫേസ് മാസ്ക്, പപ്പായ ഫേസ് മാസ്കാണ്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ച് ഇത് തുറന്ന് നോക്കി. അപ്പോൾ തുറന്നപ്പോൾ ഇത് ഫേസ് സ്ക്രബാണ്. ഫേസ് മാസ്കിന് പകരം ഫേസ് സ്ക്രബാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പാക്കേജിങ്ങിൽ ഫേസ് മാസ്ക് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പിളിൽ ജൂൺ 1-നാണ് ഇത് വാങ്ങിച്ചത്. അന്ന് തന്നെ റിട്ടേൺ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ റിട്ടേൺ കൊടുത്തതിന് പിറ്റേന്നിൻ്റെ പിറ്റേ ദിവസം, അതായത് രണ്ടാമത്തെ ദിവസമാണ് അവർ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുന്നത്. അവർ റിക്വസ്റ്റ് റിജക്റ്റായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ വീണ്ടും റിക്വസ്റ്റ് റേസ് ചെയ്തു. പിന്നെയും അത് റിജക്റ്റായി. അവർ പറഞ്ഞ റീസൺ അതിൻ്റെ ഫോട്ടോസിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഫോട്ടോസിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അതിന് റിവ്യൂവിലും ആ ഫോട്ടോസ് തന്നെ പോസ്റ്റ് ചെയ്ത് പർപ്പിളിൽ ഈ പ്രൊഡക്റ്റിന് താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് ഈ ഫ്രണ്ടിലെ ഫോട്ടോ, പിന്നെ ഈ ബാർകോഡിൻ്റെ ഫോട്ടോ, പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങിൽ ഉള്ളിലിരിക്കുന്നൊരു ഫോട്ടോ, അങ്ങനെ 3 ഫോട്ടോയാണ് എടുത്ത് അയച്ചത്. എന്നിട്ടും റിജക്റ്റ് ചെയ്തു. മൂന്നാമത്തെ തവണ റീസൺ മാറ്റിവെച്ച് വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് അതും റിജക്റ്റായി. അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ടും നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ പേജിൽ, പർപ്പിളിൻ്റെ ഈ പേജിൽ താഴെ റിവ്യൂസ് നോക്കിയപ്പോൾ അവരിൽ കുറച്ച് പേര് ഇങ്ങനെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. പുറത്ത് ഫേസ് മാസ്ക് എന്നും അകത്ത് ഫേസ് സ്ക്രബെന്നും എഴുതിയിട്ടുണ്ട് ആണ് കിട്ടിയതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവർ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയാണ് ഇത് വാങ്ങിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെന്നാണ് എഴുതിയിരുന്നത്. പക്ഷേ നമുക്കങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. നമ്മളൊന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും നമുക്കും ഇങ്ങനെ തന്നെയാണ് വന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നമ്മൾ ഇതുപോലെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ റിട്ടേൺ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. നമ്മുടെ പൈസ എത്രയോ 160-170 രൂപയുടെ ഒരു ഫേസ് മാസ്ക് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പർപ്പിളിൽ നിന്ന് ഇതുപോലെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ സൂക്ഷിക്കണം. പർപ്പിളിൽ നിന്ന് മാത്രമല്ല, ഓൺലൈൻ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും പാക്കേജ് പൊട്ടിച്ച് ഇനി ഇതുപോലെ ഇതിൻ്റെ പുറത്ത് എഴുതിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യരുത്. ഇത് തുറന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടിയെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതുപോലത്തെ ഫ്രോഡ് പരിപാടികൾ എവിടെയാണ് പ്രശ്നം നമുക്കറിയില്ല. പക്ഷേ എന്താണെങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ഞങ്ങൾക്കുണ്ടായൊരു ബാഡ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.